മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക്, നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് ഇപ്പോൾ ശരിക്കും നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ജെൻഡർലെസ് ആണ്, ടൈംലെസ് ആണ്. ഈ വീഡിയോ നിങ്ങൾ എപ്പോൾ കാണുന്നോ ആ ഒരു ടൈം മുതൽ വാലിഡ് ആയിരിക്കുന്നതാണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ ഒന്നും റെസനേറ്റ് ആവുന്നില്ല. നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുത്താൽ മതി, അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കാം. ഓക്കെ, നിങ്ങൾ ഡീപ്പായിട്ടൊന്ന് മെഡിറ്റേറ്റ് ചെയ്യുക, കോൺസെൻട്രേറ്റ് ചെയ്യുക, പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. അതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക. ഓക്കെ, നമുക്ക് നോക്കാം. നിങ്ങൾ മനസ്സിൽ ചിന്തിക്കുന്ന വ്യക്തിക്ക് ശരിക്കും നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ടോ? ഓക്കെ, നമുക്ക് നോക്കാം. നിങ്ങൾ മനസ്സിൽ ചിന്തിക്കുന്ന വ്യക്തിക്ക് ഈ നിമിഷം നിങ്ങളെ ശരിക്കും മിസ് ചെയ്യുന്നുണ്ടോ? നിങ്ങൾ മനസ്സിൽ ചിന്തിക്കുന്ന വ്യക്തികൾക്ക് ശരിക്കും നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ടോ? ഓക്കെ, ഡെഫിനറ്റ്ലി ഈ വ്യക്തികൾ ഇപ്പോൾ ആ ഒരു ലവ് എനർജിയിലാണ്, ആ ഒരു വൈബ്രേഷനിലാണ് എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. അവർ ഈ ഒരു സ്നേഹബന്ധത്തിന് കൂടുതലൊരു പ്രയോറിറ്റി കൊടുക്കുന്നതായിട്ടും കാണുന്നുണ്ട് അവരുടെ ലൈഫിൽ. ഇപ്പോൾ നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണുമായിട്ട് ഇപ്പോൾ ഒരു സെപ്പറേഷനിൽ തന്നെ ആയിരിക്കണം. അതുപോലെ ഈ സെപ്പറേഷൻ ടൈം എന്ന് പറയുന്നത് രണ്ടു പേർക്കും ഒരുപാട് വാല്യുബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ടുള്ള സമയമായിരുന്നു. ഇപ്പോഴും നിങ്ങൾ പരസ്പരം കൂടുതൽ ആഴത്തിൽ അറിയാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ രണ്ടു പേർക്കും പരസ്പരം മിസ് ചെയ്യുന്നുണ്ട്. ശരിക്കും നിങ്ങളുടെ പേഴ്സണും നിങ്ങൾക്കും ഒരേ ഫീലിങ്സ് ആണ്. രണ്ടു പേർക്കും അത്രത്തോളം ആഴത്തിൽ പരസ്പരം മിസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഒരേ രീതിയിലുള്ള എനർജീസാണ് രണ്ടു പേർക്കും ഉള്ളത്. തീർച്ചയായിട്ടും ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് രണ്ടു പേർക്കും ഒരു ജസ്റ്റിസ് ലഭിക്കും എന്നുള്ളതാണ്. അത്രത്തോളം ഡീപ്പായിട്ട് അല്ലെങ്കിൽ അത്രയും സിൻസിയറായിട്ടുള്ളൊരു പ്രണയബന്ധമാണിത്. ഒരിക്കൽ പോലും നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ പരസ്പരം വിട്ടു പിരിയാൻ കഴിയില്ല എന്നുള്ളത് ഈ റിയാലിറ്റിയാണ്. പല പ്രാവശ്യം നിങ്ങളത് മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷേ ഈ ഒരു സെപ്പറേഷൻ ടൈം എന്ന് പറയുന്നത് അത് ശരിക്കും കറക്റ്റായിട്ട് വന്നു നിങ്ങളുടെ കാര്യത്തിൽ. നിങ്ങൾക്ക് അത് നിങ്ങളുടെ കൂടുതലായിട്ടും നിങ്ങളുടെ പേഴ്സണാണ് മനസ്സിലായിരിക്കുന്നത്. ഒരിക്കലും അങ്ങനൊരു ചിന്ത പോലും അവരുടെ മനസ്സിൽ കൊണ്ടുവരാൻ അവർക്ക് കഴിയില്ല. കാരണം അത്രത്തോളം നിങ്ങൾ സോൾ കണക്റ്റഡ് ആയിട്ടുള്ള വ്യക്തികൾ തന്നെയാണ്. ഈ റിലേഷൻഷിപ്പിനെ എതിർക്കുന്ന ഒത്തിരി പേരുണ്ട്. നിങ്ങളുടെ ഫ്രണ്ട്സ് തന്നെ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിലുള്ള മെമ്പേഴ്സ് ആയിരിക്കാം, അവരുടെ ഫാമിലി മെമ്പേഴ്സ് ആയിരിക്കാം. ശക്തമായിട്ട് തന്നെ ഒപ്പോസ് ചെയ്യുന്നുണ്ട്. റിലേഷൻഷിപ്പിൽ പലതരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ റിലേഷൻഷിപ്പിൽ ഉണ്ടായിട്ടുണ്ട്, പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ പലപ്പോഴും നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത് എന്തൊക്കെ പ്രശ്നങ്ങളും സ്ട്രഗിൾസും ഉള്ള റിലേഷൻഷിപ്പ് ആണെങ്കിലും മനസ്സിന് നിങ്ങൾ കണ്ടെത്തിയൊരു വ്യക്തി, മനസ്സിന് അത്രയും ഒരു സന്തോഷം അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിന് അത്രയും ഒരു ഹാപ്പിനെസ് കൊണ്ടുവന്നൊരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. അതുകൊണ്ട് ഈ പേഴ്സണെ തീർച്ചയായിട്ടും ഈ സമയത്ത് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഫിനാൻഷ്യലി ഈ ഒരുപാട് ഡിഫറൻസ് നിങ്ങൾ ഈ പേഴ്സണുമായിട്ടുള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സണ് ഒരുപാട് ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ഉള്ളതായിട്ടും കാണുന്നുണ്ട്. പക്ഷേ അങ്ങനെയൊക്കെ ണ്ടെങ്കിലും അവരിൽ ഭയങ്കരമായിട്ടുള്ളൊരു അട്രാക്ഷൻ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ അത്തരം കാര്യങ്ങളൊന്നും ബേസിസ് ആക്കിയിട്ടല്ല ഈ വ്യക്തിയെ പ്രണയിച്ചിട്ടുള്ളത്. ആ വ്യക്തിയുടെ ആ ഒരു അട്രാക്ഷൻ നിങ്ങൾക്ക് തോന്നി, അവരെ കണ്ട മാത്രയിൽ തന്നെ നിങ്ങൾക്ക് അവരോടൊരു ഫീലിങ്സ് ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സണും നിങ്ങളോടുള്ള സ്ട്രോങ് ആയിട്ടുള്ള അട്രാക്ഷൻ ഉണ്ടായിട്ടുണ്ട്. ആൻഡ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ശരിക്കും മനസ്സിലാക്കിയിരിക്കുന്നത് അവരിപ്പോൾ ഉള്ളൊരു ശൂന്യതയിലാണ്, അല്ലെങ്കിൽ ഒരു അവരുടെ ലൈഫിൽ ഒന്നും ഇല്ലാണ്ടായി പോയൊരവസ്ഥ പോലെയാണ് അവർക്ക് ഫീൽ ചെയ്യുന്നത്. അവർ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന സന്തോഷകരമായ നിമിഷങ്ങളെ ഓർത്ത് വിഷമിക്കുന്നുണ്ട്. കാരണം ഇപ്പോൾ അവരുടെ ലൈഫിൽ നിങ്ങളില്ലാത്തതാണ് കാരണം. ഒരുപാട് ഇൻസെക്യൂരിറ്റീസ് അവരുടെ ലൈഫിൽ കാണുന്നുണ്ട്. പക്ഷേ അവരുടെ ലൈഫിൽ അവരെന്തൊക്കെ നേടിയെടുത്താലും നിങ്ങളില്ലാത്ത ആ ഒരു ഭാഗം പൂർണ്ണമായിട്ടും ശൂന്യമായിട്ട് തന്നെയാണ് അവർക്ക് ഫീൽ ചെയ്യുന്നത്. അവർക്ക് മറ്റൊരാളെയും നിങ്ങളുടെ സ്ഥാനത്ത് സങ്കല്പിക്കാൻ പോലും കഴിയുന്നില്ല. സോ അവർ നിങ്ങളെ അത്രത്തോളം അവരുടെ ലൈഫിൽ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ വാല്യൂ അവർ തിരിച്ചറിയുന്നുണ്ട്. ആൻഡ്
യെസ്, അവരുടെ ജീവിതത്തിൽ അവർ ഒറ്റപ്പെട്ടു പോയ ഒരുപാട് സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവരുടെ ലൈഫ് ലോങ് അവർ ഒരുപാട് ട്രോമയിലൂടെ കടന്നു വന്നൊരു വ്യക്തി തന്നെ ആയിരിക്കണം. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോഴും അവരുള്ളത് എങ്കിൽ പോലും അവരുടെ മനസ്സിൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണുള്ളത്. നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അവർ നിങ്ങളുടെ ഒരു വെൽവിഷറായിട്ടാണ് എല്ലാ കാര്യങ്ങളും ചിന്തിക്കുന്നത് എന്ന് മനസ്സിലാകുന്നുണ്ട്. അനുകൂലമായിട്ടുള്ളൊരു സാഹചര്യത്തിനായിട്ട് ഈ വ്യക്തി വെയിറ്റ് ചെയ്യുന്നതായിട്ടും കാണുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാനായിട്ട് ചിന്തിക്കുന്നുണ്ട്. ഈ റിലേഷൻഷിപ്പിൽ തന്നെ ഒരു ബ്ലോസമിങ് അബൻഡൻസ് ആണ് ഉണ്ടാവുന്നത്. ഇത് സമൃദ്ധി അല്ലെങ്കിൽ സന്തോഷം, നിങ്ങൾ എന്താണോ ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത് ഈ റിലേഷൻഷിപ്പിൽ സംഭവിക്കാനായിട്ട്, ഫ്യൂച്ചറിൽ എന്ത് സംഭവിക്കണമെന്ന് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന ആ ഒരു കാര്യം തീർച്ചയായിട്ടും ഈ റിലേഷൻഷിപ്പിലൂടെ നിങ്ങൾ നേടിയെടുക്കുമെന്നുള്ളതാണ്. യെസ്, റിപ്പീറ്റായിട്ട് 2 കാർഡ്സാണ് പോസിറ്റീവ് എനർജി തന്നിരിക്കുന്നത്. നിങ്ങൾ ഈ ഒരു സമയത്ത് 333 11 11 111 എന്നുള്ള ഏഞ്ചൽ നമ്പേഴ്സ് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു സമയം നിങ്ങളുടെ ലൈഫിൽ പോസിറ്റീവായിട്ടുള്ള എനർജീസ് വന്നുകൊണ്ടേ ഇരിക്കുമെന്നാണ് കാണുന്നത്. അതുപോലെ വൈറ്റ് കളറിലുള്ള ബട്ടർഫ്ലൈസ്, ഗോൾഡൻ യെല്ലോ കളറിലുള്ള ബട്ടർഫ്ലൈസ്, അതുപോലെ ഗോൾഡൻ കളറിനോട് അട്രാക്ഷൻ ഒക്കെ തോന്നുന്ന ഒരു സമയമാണ്. നിങ്ങൾ ലൈഫിൽ ഈ ഒരു മൊമെൻറ്റിൽ പോലും എന്തൊക്കെ ആഗ്രഹിക്കുന്നോ ആ ഒരു കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾ നേടിയെടുക്കുമെന്ന് മനസ്സിലാക്കുക. സോ ഈ ഒരു നിമിഷം നിങ്ങൾ പ്രാർത്ഥിക്കുക, ഞാൻ ആഗ്രഹിക്കുന്ന പോലെ ഞാൻ സ്നേഹിക്കുന്ന വ്യക്തി എൻ്റെ ലൈഫിലേക്ക് തിരിച്ചു വന്നതിന് നന്ദി നന്ദി നന്ദി. മനസ്സ് നിറഞ്ഞ സന്തോഷത്തോടു കൂടി ഈ ഒരു അഫർമേഷൻ ഒരു 3 പ്രാവശ്യം നിങ്ങൾ പറയുക. ഓക്കെ, തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാവുമെന്ന് മനസ്സിലാക്കുക. നിങ്ങളെ സഹായിക്കാൻ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ തീർച്ചയായിട്ടും വന്നു ചേരും. അത് നിങ്ങളുടെ നിങ്ങൾക്ക് അറിയാവുന്നൊരു പേഴ്സൺ ആയിരിക്കാം, നിങ്ങളുടെ ബ്ലഡ് റിലേഷൻഷിപ്പിലുള്ളൊരു പേഴ്സൺ ആയിരിക്കാം. നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനുള്ള മെൻറ്റാലിറ്റിയുമായി ആ വ്യക്തി നിങ്ങളെ സമീപിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് നിങ്ങൾ കുറച്ച് മനസ്സിനെ കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. യോഗ അതുപോലെ തന്നെ മെഡിറ്റേഷനൊക്കെ പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾ ഏതൊരു നിമിഷത്തെ ഓർത്താണോ ഒരുപാട് ആങ്ഷ്യസ് ആകുന്നത് അതിൻ്റെ യാതൊരു ആവശ്യകതയുമില്ല. നിങ്ങളെ ചിന്തിക്കുന്നുണ്ട് ഈ പേഴ്സൺ നിങ്ങളെ വിട്ടിട്ട് പോയതാണോ അല്ലെങ്കിൽ നിങ്ങളെ ഉപേക്ഷിച്ച് മറ്റ് റിലേഷൻഷിപ്പിലേക്ക് പോയതാണോ എന്നൊക്കെ നിങ്ങൾ ഡൗട്ട് ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും അത്തരം ഡൗട്ടുകൾക്കൊന്നും തന്നെ ഇവിടെ യാതൊരു സ്ഥാനവുമില്ല. ഈ വ്യക്തി ഇപ്പോൾ നിങ്ങളിൽ നിന്ന് സെപ്പറേഷൻ ആയ ടൈമിൽ നിങ്ങളുടെ വാല്യൂ, അവരുടെ ലൈഫിൽ നിങ്ങൾ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പേഴ്സൺ ആയിരുന്നു എന്നൊക്കെ റിയലൈസ് ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. അവരുടെ ഹൃദയം തകർന്നു പോകുന്നൊരു വേദനയിലൂടെ അവർ നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. കാരണം നിങ്ങളില്ലാത്ത ഒരു നിമിഷം പോലും അവർക്ക് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്തൊരു സാഹചര്യമാണുള്ളത്. ഈ ഒരു സെയിം സിറ്റുവേഷൻ, സെയിം ഫീലിംഗ് തന്നെ നിങ്ങൾക്കും ഉണ്ടാകുന്നുണ്ട്. യെസ്, അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്കായിട്ടുള്ള പ്രണയം അതുപോലെ ഹോൾഡ് ചെയ്യുന്നുണ്ട്. കാരണം മറ്റൊരാൾക്കും അത് ഷെയർ ചെയ്യാൻ അവർ ആഗ്രഹിക്കുന്നില്ല. അവരെത്രത്തോളമാണ് നിങ്ങളെ സ്നേഹിച്ചിരുന്നത് എന്നുള്ളത് ഈ ഒരു നിമിഷം നമുക്കിവിടെ മനസ്സിലാവുന്നുണ്ട്. ലൈഫിൽ ഒരു ബാലൻസിങ് സിറ്റുവേഷൻ കൊണ്ടുവരാനായിട്ട് ഈ വ്യക്തി വളരെ ശക്തമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അതിന് ഫ്യൂച്ചറിൽ നിങ്ങൾ അവരുടെ ലൈഫ് പാർട്ട്ണറായിട്ട് ഉണ്ടാവണം, അവരുടെ ഒപ്പം ഉണ്ടാകണമെന്ന് വളരെ ശക്തമായിട്ട് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിലൂടെ നമുക്കിതൊക്കെയാണ് മനസ്സിലായിരിക്കുന്നത്. ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ജനറൽ റീഡിംഗ് ആണ്, ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെയൊന്നും റെസനേറ്റ് ആവില്ല. നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക. റീഡിംഗ് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക. ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതുവരെയും ബൈ ബൈ.